രണ്ട് കോഴ്സിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കും. അവർക്ക് ഏതാണ് ബെറ്റർ എന്നുള്ളത് ചിലപ്പോൾ അവരോട് തന്നെ ചോദിക്കും. അപ്പം കാരണം എന്താ വെച്ചാൽ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് പല കുട്ടികളോടും ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവിടെ ശരിക്കും നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീഷൻ അല്ല നടക്കുക. നിങ്ങളുടെ വൺസ് നിങ്ങൾ ജോയിൻ ചെയ്തത് എന്താ, വല്ല പർപ്പസ് എന്താണ്, ഈ ബുക്കിന്റെ കംപ്ലീറ്റ് ക്ലാസ് കിട്ടുക എന്നല്ലല്ലോ അവരുടെ ഉദ്ദേശം. അവരിപ്പോൾ നമ്മളെടുത്ത് ഫീസ് നിന്ന് പഠിക്കാതിരിക്കുന്നത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും നടക്കുന്നത് വെച്ചാൽ അതില് ക്ലാസ് കംപ്ലീഷൻ ആണ്. മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അഡ്മിഷൻസിന്റെ കേസിൽ നമ്മുടെ അടുത്ത് കുട്ടികൾ ഒരു എൻക്വയറി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ CA ഭയങ്കര ഈസിയാണ്, CMA ഭയങ്കര ഈസിയാണ്, ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ ഇതുവരെ ഒരു അഡ്മിഷൻ എടുത്തിട്ടില്ല. കാരണം ആ കുട്ടീനെ വിളിച്ചിരുത്തി CA എന്താണ്, CMA ഇന്ത്യ എന്ന് പറഞ്ഞ കോഴ്സ് എന്താ, CMA USA എന്താ, ACC എന്താ, കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്തിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. ഒരാളെടുത്തും ഭയങ്കര സിമ്പിളാണ്, എടുത്ത് ഒരു മിനിമൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പാസ്സാവും, അങ്ങനെയൊന്നും നമ്മൾ ഒരു അനാവശ്യമായിരിക്കുന്ന ഒരു വാഗ്ദാനം നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. വൃത്തിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാര്യങ്ങൾ കോഴ്സിന്റെ ഇപ്പം ഒരു ഡൗട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ രണ്ട് കോഴ്സിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും കംപ്ലീറ്റ് പറഞ്ഞു കൊടുക്കും. അവർക്ക് ഏതാണ് ബെറ്റർ എന്നുള്ളത് ചിലപ്പോൾ അവരോട് തന്നെ ചോദിക്കും. അപ്പം കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എന്നെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആള് ഞാൻ തന്നെ. അതേപോലെ അവരെ കുറിച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ ഏറ്റവും കൂടുതൽ മാച്ച് ആവുക എന്നുള്ളത് അത് അവർക്ക് തന്നെ മനസ്സിലാവുള്ളൂ. കാരണം ഒരു ഹാഫ് ആൻ അവറിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു 1 ഹവറിന്റെ ഉള്ളിലോ നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അവർക്ക് ഏതേക്കാരും ബെസ്റ്റ് എന്നുള്ളത്. അവരെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്ക് ഈ കോഴ്സിനെ കുറിച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും നല്ല വൃത്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ അത് പറഞ്ഞു കൊടുത്ത് കുട്ടി നമ്മളെടുത്ത് അഡ്മിഷൻ എടുത്തു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ സിലബസ്, ബുക്കിലുള്ള സിലബസ് അല്ലാതെ അതിനേക്കാളും കൂടുതൽ കൊടുത്ത് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ കുട്ടികൾ ഓൾറെഡി നല്ലൊരു ട്രാക്കിലാവുന്നുണ്ട്. പിന്നെ അവിടെ നമ്മൾ മെന്ററിങ് സപ്പോർട്ടും ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ചെയ്യുന്നുണ്ട്, റിസൾട്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട്.